ഹൈവേ കൂടി ഇങ്ങനെ ഒരു 120 km/h വണ്ടി അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒക്കെ ഉണ്ട് ഒരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ അത് ഭയങ്കരമാണ് കേട്ടോ. വെയിറ്റ് ചെയ്യണം, ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പിടിക്കും എൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിലൊന്ന് കിട്ടണമെങ്കിൽ. ലൈനിൽ കയറിയാൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലൈനുണ്ട്, ഈ ലൈനെ ടച്ച് ചെയ്താൽ അങ്ങനെ തീർന്നു, വളരെ മാന്യമായിട്ടൊന്ന് പൊട്ടി. ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ലൈസൻസ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ലൈസൻസിൻ്റെ ഒരു ജേണി ഒരു 6 മാസത്തെ ഒരു വളരെ നീണ്ടൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു ലൈസൻസിൻ്റെ ഒരു ജേണി, എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത്, എത്രത്തോളം കഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ശരിക്കും ഞാൻ ഈ ലൈസൻസിൻ്റെ ഒരു എന്താ പറയുക ഇനീഷ്യൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി മാസത്തിൽ 2-ാം തീയതിയാണ് ഇനീഷ്യൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ പറഞ്ഞിട്ട് നാട്ടിൽ തന്നെ ലേണേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ലേണിംഗ് പെർമിറ്റ് എടുക്കണം. ഈ ലേണിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേണിംഗ് പെർമിറ്റ് എടുത്തു. ദെൻ ലേണിംഗ് പെർമിറ്റിന് ശേഷം തിയററ്റിക്കൽ ക്ലാസ് ഉണ്ട്, തിയറി എക്സാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ടെസ്റ്റ് പോലെ. നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ടെസ്റ്റിന് എത്ര 10-15 ക്വസ്റ്റ്യനകത്ത് ഇത്ര എടുത്ത് പടപടയെന്ന് ആൻസർ വന്നിട്ടല്ല ഇവിടെ ലേണിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ പാടാണ്. കാര്യം ഒരു 8-9 ലെസൺസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറേ സബ്സിഡറി ലെസൺസ് ഉണ്ട്. ഈ സബ്സിഡറി ലെസൺസ് തന്നെ കുറേ എന്താ പറയുക കുറേ വീഡിയോസ് ഉണ്ട്, നമുക്ക് കാണണം. അതിനകത്തിൽ കുറേ ഉണ്ട്. ഈവൻ നമ്മളൊരു ഡ്രൈവറുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്, ഡ്രൈവർ ആറ്റിറ്റ്യൂഡ് മുതൽ സയൻസ്, ലോസ്, അങ്ങനെ പിന്നെ ഈ ഹസാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ വീഡിയോസ് കണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിനകത്തിൽ തന്നെ നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിന് ഒരു ആപ്പുണ്ട്. ഈ ആപ്പിൽ തന്നെ അല്ലെ RTA ഇവിടുത്തെ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തന്നെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പിനകത്തിൽ മോക്ക് ടെസ്റ്റുകളുണ്ടാവും. അതായത് നമുക്ക് ആക്ച്വൽ തിയറി എക്സാമിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനകത്ത് നിന്ന് 31 ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറയുക ശരി ഉത്തരം കൊടുക്കണം, ശരി ഉത്തരം നൽകണം. എങ്കിൽ മാത്രമേ നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സാവും. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ നമുക്കൊരു സ്കോർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. പക്ഷെ അത് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റൗണ്ട് ബോട്ടിൽ ഇടത്തോട്ട് പോകാൻ എങ്ങനെയാണ്, ഏത് ലൈനാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പിന്നെ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പം ഹസാർഡ് എങ്ങനെയാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ലൈസൻസ് എടുത്തവർക്ക് അറിയാൻ പറ്റും ആ ഒരു തിയറിയുടെ ആ ഒരു കാര്യങ്ങൾ. മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ തിയറി അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് തിയറി കിട്ടി, തിയറി എക്സാം പാസ്സായി. പിന്നെയാണ് തിയറി എക്സാം പാസ്സായതിനു ശേഷം നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നു, നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കുന്നത്. അങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നൈറ്റാണ്. നമുക്ക് എൻ്റെ കൺവീൻസിങ് ടൈം എനിക്ക് ഓഫീസും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു നൈറ്റാണ് പറ്റുന്നതുകൊണ്ട് നൈറ്റ് എടുത്തു. നൈറ്റ് ക്ലാസ്സുകൾ പോകും. 8 to 10 ആണ്. ഓഫീസിൽ നിന്ന് നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് 2 hours വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു. പിന്നെ ഫോളോ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യം നിയമങ്ങൾ പാലിച്ച് എങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ പറയുന്നതിൻ്റെ കൂടി നിയമങ്ങളൊക്കെ പാലിച്ച് ആദ്യമൊക്കെ പാടായിരുന്നു. കാര്യം നമ്മൾ സൈഡ് പ്രശ്നമുണ്ട്. നമ്മൾ നാട്ടിലെ ഓടിക്കുന്ന സൈഡല്ല നമ്മളിവിടെ ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഒരു സൈഡ് മനസ്സിലാക്കാനെ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ആദ്യത്തെ ഇനീഷ്യൽ ക്ലാസ്സുകളിൽ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഇനീഷ്യൽ ഡ്രൈവിംഗ് ക്ലാസ് തീർന്ന് അസസ്മെൻറ്റിന് മുമ്പ് നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. ഈ നമ്മുടെ നാട്ടിലത്തെ കൂട്ട് പെട്ടെന്ന് നമ്മൾ ഒരാഴ്ച കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നേരെ RTA ഫൈനൽ ടെസ്റ്റിന് പോകാമല്ലോ. ഫസ്റ്റ് നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, ഇനീഷ്യൽ അസസ്മെൻ്റ് എന്ന് പറയും. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ ഒരു എക്സാമിനർ ഉണ്ടാവും. ആൾ വന്നിരിക്കും. നമ്മൾ അയാളോട് അയാൾക്ക് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ വണ്ടി RTA ഫൈനൽ ടെസ്റ്റിൽ ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നിയമം പാലിച്ച് ഓടിക്കുന്നത്, അതേപോലെ നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ച് അവർ പാസ് ചെയ്തെങ്കിൽ നമ്മളെ അവർ പാസ്സാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റൂ, പാർക്കിംഗ് ക്ലാസ്സിലോട്ട്. സോ എൻ്റെ ഈ ഒരു ഇനീഷ്യൽ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരെ ഏറെക്കുറെ ഒരു മാസം എടുത്തു. 1 മാസത്തോളം, 1.5 മാസത്തോളം എടുത്തു ഇത് കഴിയാൻ വേണ്ടിയിട്ട്. ക്ലാസ് സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. കാര്യം ഇവിടെ അത്ര തിരക്കായതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനീഷ്യൽ ഡ്രൈവിംഗ് അസസ്മെൻറ്റ് വന്നു. ആ അസസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു. വളരെ മാന്യമായിട്ടങ്ങ് പൊട്ടി. ഇനീഷ്യൽ അസസ്മെൻറ്റിലൊക്കെ സാധാരണ കിട്ടും, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ പറയുക, വീണ്ടും ഡീമോട്ടിവേഷനായി, ഡിപ്രഷനായി, പൊട്ടി. വീണ്ടും പൈസ അടച്ചു. അപ്പോൾ വീണ്ടും ക്ലാസ് എടുക്കണം. നമുക്ക് വീണ്ടും നേരെ ടെസ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. വീണ്ടും നമ്മളൊരു
4 മണിക്കൂർ ക്ലാസ് ബുക്ക് ചെയ്ത് ക്ലാസ് എടുത്ത് പൈസ അടച്ച് വീണ്ടും പേയ്മെൻറ്റ് അടച്ച് ക്ലാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ അസസ്മെൻറ്റിലോട്ട് അറ്റംപ്റ്റിലോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ വീണ്ടും അതിന് സ്ലോട്ട് എടുക്കാൻ പെരുന്നാളും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ കുറേ അവധിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നീണ്ട ഒരു ഗ്യാപ്പ് വന്നു. ഏറെക്കുറെ ഒരു 10-20 ദിവസത്തോളം ഗ്യാപ്പ് വന്നിട്ടാണ് വീണ്ടും അടുത്ത ക്ലാസ് തുടങ്ങിയത്. വീണ്ടും ആ ക്ലാസ് തുടങ്ങി, ക്ലാസ്സിന് പോയി 4 മണിക്കൂർ ക്ലാസ് എല്ലാം കഴിഞ്ഞു. വീണ്ടും സെക്കൻഡ് അസസ്മെൻറ്റിൽ പാസ്സായി. അപ്പം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. അങ്ങനെ പാർക്കിങ്ങിന് വന്നു. പാർക്കിങ്ങിനകത്ത് നമുക്കൊരു 5 കാറ്റഗറീസ് പാർക്കിംഗ് ഉണ്ട്. ഒന്ന് ആംഗിൾ പാർക്കിംഗ്, 2 പാരലൽ പാർക്കിംഗ്. ഞാനത് ഏതൊക്കെ പാർക്കിംഗ് ആണെന്നുള്ളത് ഞാനിവിടെ ഫോട്ടോസ് കാണിച്ചു തരാം. ആംഗിൾ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, പിന്നെ ഗ്യാരേജ് പാർക്കിംഗ്. ഈ 3 പാർക്കിംഗ് ടെസ്റ്റുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഈ 3 പാർക്കിംഗ് ആണ് പഠിക്കേണ്ടത്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങി, പാർക്കിംഗ് പാസ് ചെയ്തു. ഇപ്പം ഗ്യാരേജ്, അപ്പോൾ അതിനൊക്കെ ഓരോ ട്രിക്കുകൾ നമുക്ക് ഈ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും. ആ ട്രിക്ക് അത് ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് ഫുള്ള് റൈറ്റ് ഓടിക്കണം, തിരിച്ച് ഇതിനടുത്ത് വരുമ്പോൾ നമുക്ക് ഫുള്ള് ലെഫ്റ്റ് ഓടിക്കണം. അങ്ങനെ ആ ഒരു പാർക്കിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതങ്ങനെ ഒരു പാർക്കിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാർക്കിംഗ് ക്ലാസ് കഴിഞ്ഞു. വീണ്ടും പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ് അതേപോലെ RTക്ക് പോകുന്നതിന് മുമ്പ് ഇനിഷ്യൽ അസസ്മെൻ്റ് ഉണ്ട്, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അസസ്മെൻ്റ് ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അസസ്മെൻറ്റിന് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ വന്നിട്ട് പാർക്കിംഗ് 3 പൊട്ടി. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക്. നമ്മൾ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ നമ്മൾ സ്പീഡിൽ പോയിട്ട് അവർ സ്റ്റോപ്പ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ട് സഡൻ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ സഡൻ ബ്രേക്ക് വന്നു, അത് കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റത്ത് നിർത്തിയിട്ട് വണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്ക് കൃത്യമായിട്ട് അത് ഈസി ആയിട്ട് കിട്ടുമെന്ന് അറിയാമല്ലോ. കാര്യം നമ്മളെ കയറ്റവും കുന്നും ഇറക്കമൊക്കെ ഉള്ള അതാണല്ലോ നമ്മുടെ ഒരു ഭൂപ്രകൃതി. അങ്ങനെ കയറ്റത്ത് നിർത്തുന്ന അതും എനിക്ക് കിട്ടി. അതിനുശേഷം 3 പാർക്കിംഗ് ചെയ്തു. ആംഗിൾ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, ഗ്യാരേജ് പാർക്കിംഗ്. 3 പാർക്കിങ്ങും അടപടലം ഇഞ്ചിയായി. വീണ്ടും ഡിപ്രഷനായി. വീണ്ടും പാർക്കിംഗ് എടുക്കുന്നു. വീണ്ടും ക്ലാസ് എടുത്തു. ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഇത് ഈ പറഞ്ഞ ഓഫീസ് കഴിഞ്ഞു, 8 മണിക്ക് പോകുന്നു, 10 മണിക്ക് കഴിഞ്ഞു, തിരിച്ചു വരുന്നു. ഇതൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏറെക്കുറെ അപ്പോഴത്തേക്കിന് ഒരു 4 മാസത്തോളമായി. അപ്പോൾ വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റ് പാർക്കിങ്ങിന് വേണ്ടി ചെയ്തു. ആ സെക്കൻഡ് അറ്റംപ്റ്റിന് ചെയ്തപ്പം ഒരെണ്ണം കിട്ടി, പാരലൽ പാർക്കിംഗ് കിട്ടി. പാരലൽ പാർക്കിംഗ് കിട്ടി. ബാക്കി ആംഗിളും പോയി, ഗ്യാരേജും പോയി. വീണ്ടും എന്താ പറയുക, നമ്മുടെ കോണിയും പാമ്പും 0 വന്നു. വീണ്ടും തുടങ്ങണമെന്നാണ്. വീണ്ടും ക്ലാസ് എടുത്തു. വീണ്ടും പാർക്കിങ്ങിൻ്റെ ക്ലാസ് എടുത്തു. ഇതേപോലെ തന്നെ പാർക്കിങ്ങിന് പോയി. പാർക്കിങ്ങിൻ്റെ ക്ലാസ്സും വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ് കഴിഞ്ഞു. പിന്നെയും ടെസ്റ്റിന് പോയി, അസസ്മെൻറ്റ്. അപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റാണ് ഇനി ഈ അസസ്മെൻറ്റ്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അസസ്മെൻറ്റ് 3ാമത്തെ അറ്റംപ്റ്റാണ്. 3ാമത്തെ അറ്റംപ്റ്റ് പോയി 2 പാർക്കിംഗ് ക്ലിയർ ചെയ്തു. അപ്പോൾ പിന്നെ ഇൻസ്ട്രക്ടർ പറഞ്ഞു, എക്സാമിനർ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് RTA സ്മാർട്ട് യാർഡ് ടെസ്റ്റിന് പോകാൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പാർക്കിങ്ങിന് ഇനീഷ്യൽ അസസ്മെൻ്റ് ആയിട്ട് 3 പ്രാവശ്യം ഞാൻ പൊട്ടി. അപ്പോൾ ഇനി RTA ഫൈനലിൽ സ്മാർട്ട് യാർഡിന് പോയിട്ട് എത്ര പ്രാവശ്യം പൊട്ടും? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പിടിക്കും എൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിലൊന്ന് കിട്ടണമെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു. കാര്യം 3 പ്രാവശ്യമല്ലേ പാർക്കിങ്ങിന് പൊട്ടിയത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ഓക്കെ, പൊട്ടും, അറ്റൻഡ് ചെയ്യുക. ഒരെണ്ണമെങ്കിൽ കിട്ടട്ടെ, 2എണ്ണമെങ്കിലും കിട്ടട്ടെ. കാര്യം നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണ്ട. പിന്നെ ഈ കിട്ടാത്ത പാർക്കിംഗ് ഏതാണോ അത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു പ്രതീക്ഷയില്ല, കിട്ടട്ടെ പോട്ടെ പൊണ്ടെന്ന് രാവിലെ ആയിരുന്നു. ഇവിടുന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നു. നമ്മുടെ പേരൊക്കെ വിളിച്ചു, നമ്മുടെ എംബ്രേസ് ഐഡിയൊക്കെ കൊടുത്ത്. അപ്പോൾ നമ്മുടെ ഈ RTയുടെ പാർക്കിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഇൻസ്ട്രക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ എക്സാമിനറോ ആരും ഉണ്ടാകത്തില്ല. ഫുള്ള് ക്യാമറ ഉണ്ടാവും. നമ്മൾ ചെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് ബെൽറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മിററെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ. വൺസ് നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ ക്യാമറയിൽ നോക്കി നമ്മൾ തംസപ്പ് അയക്കുമ്പോൾ അവിടുന്ന് കമാൻഡ് വരും, ഓക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഓരോ ടെസ്റ്റും അപ്പോൾ അവർ പറയും ആദ്യം പിന്നെ സഡൻ ബ്രേക്കിൻ്റെ അതാണ്, അല്ലെങ്കിൽ ആദ്യം പാരലാണെങ്കിൽ പാരൽ, അല്ലെങ്കിൽ ആംഗിളാണെങ്കിൽ ആംഗിൾ. അപ്പോൾ ഓരോ ടെസ്റ്റ് പറയും. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വൈറ്റ് കളറിലൊരു റഡാർ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ നമുക്ക് കമാൻഡ് വരും, ഓക്കെ നിങ്ങളുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് പോയി പാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇടയണത്തിൽ ഞാൻ കയറി ഇരുന്നെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ റെഡി എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പാർക്ക് ചെയ്തു. അപ്പം നമുക്കറിയാം പാർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ലൈനിൽ കയറിയാൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലൈനുണ്ട്. ഈ ലൈനെ ടച്ച് ചെയ്താൽ മോനെ തീർന്നു. ഇല്ല പടത്തിൽ പറഞ്ഞു നീ തീർന്നു. അപ്പം ഞാൻ ആദ്യം ആംഗിൾ പാർക്ക് ചെയ്തു കയറി കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. നമുക്ക് കാണാൻ പറ്റുമല്ലോ മിററിൽ കൂടെ. ടച്ച് ചെയ്തില്ല. അപ്പം മനസ്സിലായി ആംഗിൾ പാർക്കിംഗ് കിട്ടി. ഇതേവരെ അടുത്ത ഗ്യാരേജ് പാർക്കിംഗ് അതുപോലെ പോയി ചെയ്തപ്പോൾ ഇതൊക്കെ റിവേഴ്സ് എടുത്ത് വന്ന് പൊസിഷനുണ്ട്, വണ്ടി പൊസിഷൻ ചെയ്യുന്ന പൊസിഷൻ ചെയ്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മിററെല്ലാം ചെക്ക് ചെയ്ത് നേരെ വണ്ടി റിവേഴ്സ് വന്ന് ഗ്യാരേജ് കയറി. ഈ കയറുന്ന സമയത്ത്
അത് വണ്ടി ലൈനിൽ കയറും എന്ന് തോന്നിയപ്പോൾ നമ്മുടെ എന്താ പറയുക, എനിക്ക് പഠിച്ച സമയത്ത് ഇൻസ്ട്രക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് പാർക്ക് ചെയ്യുമ്പോൾ ഗ്യാരേജ് പാർക്ക് ചെയ്യുമ്പോൾ ലൈനിൽ കയറും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മുന്നോട്ട് വണ്ടി എടുത്ത് സ്റ്റിയറിംഗ് ലെവൽ ചെയ്തിട്ട് തിരിച്ചെടുക്കുക. അപ്പം ലൈനിൽ കയറുമെന്ന് എനിക്ക് തോന്നി, ഞാൻ പെട്ടെന്ന് വണ്ടി പിന്നെ ഡ്രൈവ് മോഡ് ഇട്ടിട്ട് അതൊന്ന് വീണ്ടും ലെവൽ ചെയ്തിട്ട് നേരെ കൊണ്ട് കയറ്റി, അതും കിട്ടി. അങ്ങനെ അത് കിട്ടി, രണ്ടാമത്തെ കിട്ടി. പിന്നെ ഇനി മൂന്നാമത്തെ പാരൽ മാത്രമേ ഉള്ളൂ. പാരലാണ് കുറച്ച് ടഫായിട്ടുള്ളത്. അപ്പോൾ നേരെ പാരലിൻ്റെ ഏരിയയിൽ പോയി, പാരൽ പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ പോയി അവിടെ ചെന്ന് വീണ്ടും ഇതേപോലെ തന്നെ വണ്ടി പൊസിഷൻ ചെയ്തു. വണ്ടി പൊസിഷൻ ചെയ്തിട്ട് നേരെ തിരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞ രീതിക്ക് ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് വന്ന് വണ്ടി ഫുൾ ഓടിച്ച് തിരിച്ച് വന്ന് കയറ്റി ലെവൽ ചെയ്തിട്ടു. അപ്പോൾ ലെവൽ ചെയ്തിട്ടപ്പം പാരലിൻ്റെ വണ്ടി ഒരു ലേശം, അതായത് ലൈനെ കയറിയിട്ടില്ലെങ്കിൽ പോലും ഒരു ലൈനെ മുട്ടിയില്ലാന്ന ലെവലിലാണ് പിന്നെ റൈറ്റ് സൈഡ് നിന്നത് വണ്ടിയുടെ. അന്നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവമേ ഇത് പാരലിൽ പോയോ, കാര്യം ലൈനെ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പം ഫെയിലാക്കിയെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നേരെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടി കൊണ്ട് പൊസിഷനിൽ കൊണ്ടിട്ടു. നമ്മൾ എടുത്തെടുത്ത് തന്നെ കൊണ്ട് പാർക്കിങ്ങിൽ കൊണ്ട് കയറ്റിയിട്ടു. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ അവർ വരുമ്പോഴേ പറയും പാസ്സാണോ ഫെയിലാണെന്നുള്ളത്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ സമയത്ത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളെ വിളിച്ചു, ഇൻസ്ട്രക്ടറെ വിളിച്ചു. ഇത് അവരപ്പോൾ ഡിസ്കസ് ചെയ്ത് എനിക്ക് മനസ്സിലായി പാർക്കിങ്ങിൻ്റെ അത് ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാം ടച്ച് ചെയ്ത് എനിക്കൊന്ന് അവർ സൂമൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അതിൽ നിങ്ങൾ പാസ്സായെന്ന് പറഞ്ഞു. എൻ്റെ മോനെ അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. കാര്യം ഒരു പ്രതീക്ഷയില്ല, പോയി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല പോയതാണ് ആ സാധനം. അതായത് ഇനിഷ്യൽ അസസ്മെൻറ്റിൽ 3 അറ്റൻറ്റ് ചെയ്ത് മൂന്നാമത്തെ അറ്റൻറ്റ് കിട്ടി, പാർക്കിംഗ് കിട്ടിയ ഞാനാണ് പോയിട്ട് ഫസ്റ്റ് ആർട്ടിയുടെ സ്മാർട്ട് യാർഡ് അറ്റൻറ്റ്. കാര്യം എൻ്റെ കൂടെ അപ്പം ഈ ടെസ്റ്റിന് വന്ന ഒരു മലയാള പേരുണ്ടാവും, 3ാമത്തെ പ്രാവശ്യമായിരുന്നു അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി. അപ്പോൾ പ്രൗഡായി, പൊളിച്ചു, സെറ്റ്. ഇനി അപ്പം അടുത്ത രണ്ട് ക്ലാസ് ഉണ്ട്, 2 ഹൈവേ ക്ലാസ് ഉണ്ട്. ഹൈവേയിൽ, അതായത് അതുവരെ നമുക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പം ഹൈവേയിൽ വണ്ടി ഓടിച്ച് ഒരു 2 ദിവസം ഹൈവേ വണ്ടിയുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ RTA ഫൈനൽ ടെസ്റ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇറങ്ങി RTA ക്ലാസ്. അപ്പം അത് വീണ്ടും ഏറെക്കുറെ ഒരു മാസത്തോളം ഗ്യാപ്പ്. വീണ്ടും അടുത്ത രണ്ടാമത്തെ പെരുന്നാൾ വന്നു. അത് കഴിഞ്ഞൊരു 1 മാസത്തോളം ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ടെസ്റ്റിന്. ഓക്കെ, അപ്പം ഏറെക്കുറെ പിന്നെ 5 മാസത്തോളം ആവുന്നു, പൂർത്തിയാവുന്നു. അപ്പം ഓക്കെ, വീണ്ടും ബുക്ക് ചെയ്തു. വെയിറ്റിങ് 1 മാസത്തോളമുള്ള കട്ട വെയിറ്റിങ്. അങ്ങനെ ഈ വെയിറ്റിങ്ങിനൊക്കെ അവസാനം നമ്മുടെ ആ ഒരു മൊമെൻ്റ് എത്തി. നമ്മൾ ക്ലാസ് വന്നു. അപ്പോൾ കാര്യം ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെയാണ് നമുക്ക് എന്താ പറയുക ടെസ്റ്റും ബുക്ക് ചെയ്തേക്കണം. ഹൈവേ ക്ലാസ്സൊക്കെ ചെയ്തു. 1 മാസം വണ്ടി ഓടിക്കാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം എടുത്തപ്പോഴേ. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ലൈനൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ പിന്നെ 6 ലൈനുള്ള റോഡിൽ കൂടെ ഇങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ ഒരു 120 km/h വണ്ടി അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒക്കെ ഉണ്ട് ഒരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അതൊക്കെ ഫീൽ ചെയ്തറിയണം. അയ്യോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് എല്ലാം കഴിഞ്ഞ് ഇൻസ്ട്രക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഓൾ ദ ബെസ്റ്റ്, നാളെ ടെസ്റ്റിന് പോയിക്കോളാൻ പറഞ്ഞു. ടെസ്റ്റ് എടുത്തത് ശരിക്കും ഈവനിങ് ടൈം, നല്ല തിരക്കുള്ള സമയത്താണ്. ടെസ്റ്റിന് പോയി. ഫസ്റ്റ് ഞാനായിരുന്നു. ഞാൻ നേരെ ചെന്നു, വണ്ടി എടുത്തു, എല്ലാം സെറ്റ് ചെയ്തു, മിററൊക്കെ ചെക്ക് ചെയ്തു, സീറ്റ് ബെൽറ്റൊക്കെ ഇടിപ്പിച്ചു. ഇപ്പം പുറകെ ഇരിക്കുന്ന ആൾക്കാരോട് പാസഞ്ചേഴ്സിനോട് പറയും സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞതെല്ലാം ഇട്ടു ചെയ്തു. വണ്ടി എടുത്തു, നേരെ പോയി. ഇവർ പറയും നമുക്ക് എങ്ങോട്ട് പോകണം, ലെഫ്റ്റ് റൈറ്റ്, റൗണ്ട് ബോട്ടത്തിൽ നിന്ന് ലെഫ്റ്റ്, റൗണ്ട് ബോട്ടം റൈറ്റ്, റൗണ്ട് ബോട്ടം യു ടേൺ, അങ്ങനെ ഇതെല്ലാം ഒരു 10 മിനിറ്റോളം നമ്മളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. ഇതെല്ലാം ഓടിപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടിരുന്നു, ഈ പാർക്കിംഗ് കയറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ പാർക്കിംഗ് കയറ്റി പാർക്കെല്ലാം ചെയ്ത്, ഗ്യാരേജ് പാർക്കെല്ലാം ചെയ്ത് തിരിച്ച് കറക്റ്റായിട്ട് വന്നപ്പോൾ വണ്ടി ഈ പറഞ്ഞോട്ട് തിരിച്ച് കയറി വന്ന സമയത്ത് പറ്റിപ്പോയത് ഞാൻ മുന്നോട്ട് എടുത്ത് എന്നിട്ടും റിവേഴ്സ് ഈ റിവേഴ്സ് വന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ടയർ ജസ്റ്റ് ഒന്ന് ആ ലൈനിലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടി ഒന്ന് ടച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തീർന്നു, ഫെയിലായിന്ന്. പിന്നെ ബാക്കി 2 പേരുണ്ടായിരുന്നു. അവരും കഴിഞ്ഞ് തിരിച്ച് വന്നു. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ തിരിച്ച് എത്തി കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ് ഓടിച്ച ചെക്കൻ നീ പാസ്സായി വെച്ചു, എന്നോട് പറഞ്ഞു നീ ഫെയിലാന്ന് പറഞ്ഞു. പാർക്കിങ്ങിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്കിംഗ് കയറി ആ സ്റ്റോപ്പ് ലൈൻ നിർത്തി നമ്മൾ 2 സൈഡിലും വണ്ടി ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാൻ ആ സ്റ്റോപ്പ് ലൈൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, ഞാൻ നേരെ വണ്ടി കൊണ്ടു. കാര്യം വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പോയി. അപ്പം ആ സ്റ്റോപ്പ് ലൈൻ നിർത്താത്തത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പൊട്ടിപ്പോയത്. തളരത്തില്ല. അടുത്ത ടെസ്റ്റ് ബുക്ക് ചെയ്തു. അത് വീണ്ടും ഒരു 15 ദിവസത്തോളം വീണ്ടും ലോങ് ഗ്യാപ്പാണ്. അപ്പം വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റിന് രാവിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാവിലെ ചെന്നു, എക്സാം എടുത്ത് ചെന്നു. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഞാൻ ഇതിലെടുക്കണം, എടുത്തേ പറ്റൂ. ഇനി ഒരു പ്രാവശ്യം കൂടെ വരാൻ വയ്യ, വേറെ ഒന്നും അറിയുന്നത് ഇതിൻ്റെ പുറകെ ഓടാൻ വയ്യ, ഇതെന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ ആ ഒരു അങ്ങനെ ഒരു ഉറപ്പിച്ചിട്ട് തന്നെയാണ് ക്ലാസ്സിന് പോയത്, ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ 3ാമത്തെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ആളെടുത്തു,
സെയിം ഞാനന്ന് പൊട്ടിപ്പോയ പാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നപ്പം അയാൾ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഈ ചെക്കൻ അവിടെ സ്റ്റോപ്പില്ല സൈനിൽ നിർത്തി എടുത്തു പോയി. അവൻ കറക്റ്റായിട്ടുണ്ട് പാർക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തവനോട് പറഞ്ഞു വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അവൻ രണ്ടാമത്തെ വണ്ടി ഓടിച്ച് നേരെ വന്ന് ഇങ്ങനെ കറങ്ങി. അപ്പോൾ യു ടേൺ എടുക്കാൻ പറഞ്ഞു. വണ്ടി വരുന്ന കണ്ടിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് ഇവൻ റൈറ്റോട്ട് എടുത്തു. പിന്നെ എക്സാമിനർ കയറി ബ്രേക്ക് ഔട്ടി സഡൻ ബ്രേക്ക് ഇടിച്ചു. സഡൻ ബ്രേക്ക് ഔട്ടി എന്നിട്ട് അവിടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആൾ പോയി. അപ്പോൾ എൻ്റെ ടേണ് ഞാൻ കയറി ചെന്നു, വണ്ടി ഇരുന്നു, സീറ്റ് ബെൽറ്റ് എല്ലാം അസിച്ചിലിട്ട് അവരോടെല്ലാം സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ഓക്കെ സ്ട്രേറ്റ് പോകാൻ പറഞ്ഞു. പോയി അങ്ങനെ ലൈറ്റ് ലെഫ്റ്റ് എല്ലാം പറഞ്ഞ് എല്ലാം പ്രോപ്പറായിട്ട് നോക്കി സ്റ്റോപ്പ് സൈൻ എല്ലാം ചെയ്തു. എന്നിട്ട് അപ്പം നേരെ വന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ പറഞ്ഞു സ്കൂളിൽ കയറി അതിൻ്റെ പാർക്കിംഗ് സ്ലോട്ടുണ്ട് ആ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഗ്യാരേജ് പാർക്ക് ചെയ്യാൻ. അപ്പോൾ പഴയ ഒരു അബദ്ധം ഉണ്ടല്ലോ ആ അബദ്ധം ഇനി പറ്റരുതെന്ന് മനസ്സിൽ തന്നെ വിചാരിച്ചിട്ട് തന്നെ ഞാൻ നേരെ ഗ്യാരേജ് പാർക്കിന് നേരെ ഒരു റൗണ്ട് ഓട്ടമാണ്. ആ റൗണ്ട് ഓട്ടം റൗണ്ട് ചെയ്ത് വന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് നേരെ കൊണ്ടുവന്നിട്ട് ഒടിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് കൊണ്ടുവന്ന് കയറ്റിയിട്ടു. നമ്മൾ പോയി അകത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞപ്പം ആൾ കയറി വന്നിട്ട് പറഞ്ഞു ഫസ്റ്റും തേർഡും പാസ്സായിട്ടുണ്ട്, സെക്കൻഡ് ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പം ഈ പാസ്സായി. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊന്ന് എടുത്ത് ചോദിച്ചു. അത് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ വെച്ചാൽ അതെ നിങ്ങളും പാസ്സായി എന്ന് പറഞ്ഞു. അവിടെ ആ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഈ 6 മാസം ഈ പറഞ്ഞ ഇതിൻ്റെ പുറകെ പോയിട്ട് അതിനെ തന്നെ ഫോളോ ചെയ്തു. എനിക്ക് എന്താ ലൈസൻസ് എടുത്തേ പറ്റൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് മുന്നേ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോഴും ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഒന്നും സമയം കിട്ടത്തില്ല, പിന്നെ അതിനുവേണ്ടി നമ്മൾ മെനക്കെടണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെനിക്ക് എടുത്തേ പറ്റൂ, ഇതിനു വേണ്ടി തന്നെ ഞാൻ പോകുന്നുള്ള ആ ഒറ്റ ഇതിൽ 6 മാസം ഫോളോ ചെയ്ത് പോയതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ സാധനം എന്താ പറയുക അന്നേരത്തെ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതായത് നമ്മൾ എടുത്ത് അതായത് UAE ലൈസൻസ് ദുബായ് ലൈസൻസ് കൈ കിട്ടിയിരിക്കുന്നു, ഇനി വണ്ടി ഓടിക്കാം, എത്ര രാജ്യത്ത് ഇനി വണ്ടി ഓടിക്കാം എന്നുള്ളൊരു ആ ഒരു മൊമെൻറ്റ് ഭയങ്കര മൊമെൻ്റായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടൊരു മൊമെൻ്റായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സീൻ വന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജേഴ്സി സിനിമയ്ക്ക് അതിൽ ഇവന് എന്താ പറയുക സെലക്ഷൻ കിട്ടിയിട്ട് ഇവൻ നേരെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് ട്രെയിൻ പോകുമ്പം വന്നിട്ട് ഇങ്ങനെ അതൊരു ഉണ്ടല്ലോ, അതേപോലെ ഈ സെയിം ഫീലിങ്സ് എനിക്ക് അവിടെ ഉണ്ടായി. അത്ര അതേ സെയിം ഇമോഷന് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഈ RTയുടെ അടുത്ത് വന്നു, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ തൊട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞു 2 മാസം കഴിഞ്ഞു അല്ല ലൈസൻസ് കിട്ടുന്നത്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തൊരു 10 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് വിളിച്ചു, അഖിൽ കുമാർ സുധാകരൻ വരുമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ആണ്ട്രാ കൈ ലൈസൻസ് എടുത്തു തരുന്നു. 10-15 മിനിറ്റ് പോലും ആയില്ല, ലൈസൻസ് പ്രിൻ്റ് ചെയ്തെടുത്ത് ലൈസൻസ് കൈ തരുന്നു. അപ്പോൾ ഞാൻ ദൈവമേ എന്തൊരു ഫാസ്റ്റ് ഇത്. ഈ ലൈസൻസ് കൈ തന്നപ്പോഴോ നമ്മുടെ നാട്ടിൽ മറ്റേ പേപ്പറെ പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേഷൻ ചെയ്ത് തരുന്ന ലൈസൻസ് അല്ല, ഇവിടുത്തെ ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് എടുത്ത് തന്ന ലൈസൻസ് ഇതാണ് ലൈസൻസ്. അങ്ങനെ എൻ്റെ 6 മാസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ ഈ ദുബായ് ലൈസൻസ്. എനിക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ ഒരിക്കലും എന്തൊക്കെ ഇനി അതിൻ്റെ ആ ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴികളിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും എത്രത്തോളം തോൽവികളോ എത്രത്തോളം എന്താ പറയുക സ്ട്രഗിളോ നമ്മൾ അനുഭവിക്കേണ്ട വന്നാൽ പോലും ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ബാക്കൗട്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ബാക്കൗട്ട് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. പകരം നിങ്ങൾ ബാക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എത്ര കഷ്ടപ്പാടിലും മുന്നോട്ട് പോയാൽ എനിക്ക് ഈ കിട്ടിയ ദുബായ് ലൈസൻസ് പോലെ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, എന്നെ സംബന്ധിച്ചുള്ളത് എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാര്യം ഈ ഇവിടെ ലൈസൻസ് ഉള്ളവർക്കും അറിയാം, ഈ ലൈസൻസിന് വേണ്ടി എടുക്കാൻ വേണ്ടി നടക്കുന്നവർക്കും അറിയാം അത് എത്രത്തോളം കഷ്ടപ്പാടാണെന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പുറകെ തന്നെ പോകണം. എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ബാക്കൗട്ട് പോകരുത് മക്കളെ, തളരരുത്, മുന്നോട്ട് തന്നെ പോയാൽ ഞാൻ നേടിയെടുത്ത പോലുള്ള ഇത് ഒരു ലൈസൻസാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ 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 സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആയിരിക്കാം. നിങ്ങൾ തളരാതെ മുന്നോട്ട് എന്താ പറയുക ഇങ്ങനെ എനിക്ക് സാധിക്കടാ എന്ന് പറഞ്ഞ് മുന്നോട്ട് തന്നെ പൊക്കോ. എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും നിങ്ങൾക്കത് സാധിക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്നല്ലേ ലക്ഷ്യം വിട്ട് കളയരുത്, വിട്ട് കൊടുക്കരുത്.